Pride is our greatest enemy because it makes God our enemy. നിഗളം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. കാരണം അത് ദൈവത്തെ നമ്മുടെ ശത്രുവാക്കുന്നു. തിരുവചനം പറയുന്നു, യാക്കോബിൻ്റെ ലേഖനം 4:6 ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. നാം നമ്മെ ദൈവത്തിന് മുകളിൽ ഉയർത്താൻ ശ്രമിക്കുന്നതാണ് നിഗളം. നമ്മുടെ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ നാം അതിന് മുതിർന്നാൽ ദൈവം നമ്മുടെ എതിർവശത്തായിരിക്കും നിൽക്കുക. നമുക്കെതിരെ നിൽക്കുന്ന ദൈവത്തെ നമുക്ക് സങ്കല്പിക്കുവാൻ കൂടി കഴിയുകയില്ല. ദൈവം നമുക്ക് അനുകൂലമല്ലാതിരിക്കുന്ന ഒരവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പലപ്പോഴും നാം നമ്മെപ്പറ്റിയും നമ്മുടെ സ്വയത്തെപ്പറ്റിയും കൂടുതലായി സംസാരിക്കുമ്പോൾ ദൈവത്തിന് നാം കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുക്കുവാൻ കഴിയാതെ പോകുന്നു. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുക്കാതെ അത് സ്വയം എടുക്കൊണ്ട് കർത്താവിൻ്റെ ദൂതൻ്റെ അടി വാങ്ങി കൃമിക്കിരയായി പ്രാണനെ വിട്ട ഹേരോദാവിൻ്റെ സംഭവം നമ്മോട് പറയുന്നത്, അഹങ്കാരം നമ്മുടെ തലയ്ക്ക് പിടിക്കരുത്. നമ്മെക്കുറിച്ച് നാം കുറച്ച് മാത്രം സംസാരിക്കുക. നാം സംസാരിക്കുന്ന വാക്കുകളിൽ ദൈവത്തിന് മഹത്വം അർപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഈ നിഗളം എന്ന ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഒരൊറ്റ മാർഗം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതത്രേ യാക്കോബിൻ്റെ ലേഖനം 4:10 കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ. നിഗളത്തിൻ്റെ എതിർപ്പദമത്രേ താഴ്മ. താഴ്മയോടെ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നാം ചവിട്ടിക്കയറുന്നത് ജീവിത വിജയത്തിൻ്റെ കൽപ്പടവുകളായിരിക്കും. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിന്ന ഒരു വ്യക്തി അത്രേ സ്നാപക യോഹന്നാൻ. താൻ ഇങ്ങനെ പറഞ്ഞു, ഞാനോ കുറയണം, ക്രിസ്തു വളരേണം. തന്നെ താഴ്ത്തുവാൻ മനസ്സ് കാണിച്ച യോഹന്നാനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ സാക്ഷ്യം, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാരും എഴുന്നേറ്റിട്ടില്ല എന്നാണ്. ഒരു വശത്ത് നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവം, മറുവശത്ത് താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്ന ദൈവം. നമുക്ക് ദൈവത്തിൻ്റെ എതിർപ്പാണോ ആവശ്യം, അതോ അവിടുത്തെ കൃപയാണോ? നമുക്കെന്തും തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. ദൈവം നമ്മുടെ എതിർഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ ഇതോർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരുമുണ്ടാകുകയില്ല. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നത് കൃപയുടെ മഹാമാരിയായിരിക്കും. ഡിയർ ഫ്രണ്ട്സ്, ദൈവം നമുക്ക് അനുകൂലമാകണമെങ്കിൽ നാം ചെയ്യേണ്ടിയത് ഇത്രമാത്രം: കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.